Good morning, all. Good morning, ma'am. Good morning. Good Good morning, morning, ma'am. ma'am. Good morning. നമുക്ക് കഴിഞ്ഞ ദിവസം ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ് വരെ പറഞ്ഞല്ലേ? അത് കംപ്ലീറ്റ് ആയില്ലേ? കംപ്ലീറ്റ് ആയോ? എന്താരും ഒന്നും പറയാത്തെ? യെസ്. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നമ്മുടെ അടുത്ത ഭാഗത്ത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില്? ഡൗട്ട്സ് വല്ലതുണ്ടോ? ഇല്ല മാം. ഇല്ല. ഓക്കെ. എന്താണ് എല്ലാവരും വൈകിയാണല്ലോ ജോയിൻ ചെയ്യുന്നത്? നമുക്ക് 10:30-ക്കല്ലേ ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പൊ 38 പേരായിട്ടുള്ളൂ. ലാസ്റ്റ് നമുക്ക് ക്ലാസ് കഴിയാറാകുമ്പോഴേക്കും 70-75 പേരാവും. അപ്പൊ അവർക്കൊക്കെ ഫസ്റ്റ് ക്ലാസ് കിട്ടില്ല, ഫസ്റ്റ് സെക്ഷൻ. ഓക്കെ, ജസ്റ്റ് നമുക്ക് പറഞ്ഞ ആ സെക്ഷൻ ഒന്ന് പറഞ്ഞു പോകാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? ഫസ്റ്റ് തന്നെ അവർക്ക് ആ വരുന്ന ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന പേഷ്യൻസിന് എന്താണ്? റൂം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. നല്ല നീറ്റായ ക്ലീൻ ആയ റൂം, അവർക്ക് വേണ്ട നീഡ്സ് ഒക്കെ മനസ്സിലാക്കിങ്ങാണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നല്ല രീതിയിൽ നമ്മുടെ ബെഡൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്ത് റൂം പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഐഡന്റിഫൈ സെൽഫ്. എന്താണ് എന്താണ് ഇവിടെയുള്ള നേഴ്സ് വന്നിരിക്കുന്ന പേഷ്യൻസിനോട് അവരുടെ ഫാമിലിനോട് നല്ല രീതിയിൽ പെരുമാറുക. പിന്നെ എന്താണ് വന്ന പേഷ്യൻസിന് കംഫർട്ട് ആവുന്ന രീതിയിൽ ബെഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അവർക്ക് ഹോസ്പിറ്റൽ ക്ലോസ് വല്ല ബെഡ്ഷീറ്റുകളോ പില്ലോ കവേഴ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ അവർക്ക് ആവശ്യമായ പ്രൈവസി കൊടുക്കുക. പിന്നെ ഓറിയന്റ് പേഷ്യൻസിന് എന്തൊക്കെ കാര്യങ്ങളാ നേഴ്സ് പറഞ്ഞു കൊടുക്കണം, ക്രമപ്പെടുത്തി കൊടുക്കണം. എന്താണ്? നേഴ്സ് സ്റ്റേഷന്, റൂം ബൗണ്ടറീസ്, അവരുടെ റൂമിന്റെ എവിടം വരെയുണ്ട്, ക്ലോത്ത് സ്റ്റോറേജ്, അവർ സാധനങ്ങളൊക്കെ ക്ലോത്തുകളൊക്കെ സൂക്ഷിക്കാനുള്ളത്. പിന്നെ എമർജൻസി ആയിട്ട് ആ നേഴ്സിനെ എങ്ങാനും വിളിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് കോൾ ലൈറ്റ്. പിന്നെ ബെഡ് കൺട്രോൾസ്, ബെഡ് പൊക്കാനോ താഴ്ത്താനോ ഒക്കെ അവരെന്തെങ്കിലും രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണമെങ്കിൽ അതിനുള്ള അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ ലൈറ്റ് സ്വിച്ചസ്, എന്താണ് ഫാനിന്റെ ലൈറ്റിന്റെ സ്വിച്ചസ്. പിന്നെ ടെലിഫോൺ പോളിസി, TV കൺട്രോൾസ്, ഭക്ഷണ സമയങ്ങൾ എപ്പോഴൊക്കെയാണ് ഫുഡ് ക്യാൻറ്റീനിൽ കൊണ്ടുവരുന്നതുണ്ടെങ്കിൽ അതെല്ലാം ആ പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ടൈമിംഗ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. വിസിറ്റിംഗ് അവേഴ്സ്, വിസിറ്റേഴ്സിന് വാർഡ്സിൽ അതല്ലെങ്കിൽ റൂമിൽ കയറ്റുന്ന സമയം, ഡയറ്റ്, ആ പേഷ്യൻസിന് ഫുഡ് ഭക്ഷണക്രമങ്ങളൊക്കെ വല്ലതുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. സേഫ്റ്റി മെഷേഴ്സ് എന്താണ്? ആ ബെഡിന്റെ ആ കട്ടിലിന്റെ സൈഡിലുള്ള സ്റ്റാൻഡ് പോലെ ഉയർത്തി, ഈ പേഷ്യന്റ് വീഴാതിരിക്കാനൊക്കെ സ്റ്റാൻഡ് പോലെ ഉയർത്തുന്നുള്ളത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വെക്കേണ്ടത് എന്നൊക്കെ ഉള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഡോക്ടേഴ്സ് വിസിറ്റ്, ഡോക്ടർ പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയം. പിന്നെ ആ പേഷ്യൻസിന് ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റുകൾ, വല്ല ലാബ് ടെസ്റ്റുകളോ അതല്ല സ്കാനിങ് ടെസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഈ വന്നിരിക്കുന്ന പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ഈ നേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ്
ശേഖരിക്കേണ്ടത് അവരുടെ മെഡിക്കൽ റെക്കോർഡിൽ സൂക്ഷിക്കാനായിട്ട്. എന്താണ് മെഡിക്കൽ ഓർഡേഴ്സ്, അവർ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ മെഡിക്കൽ ഓർഡേഴ്സ്, അവരെ ട്രീറ്റ്മെന്റ് ചെയ്ത ഡീറ്റെയിൽസ്, ലാബ് റിസൾട്ട്, ഇതിക്ക് മുമ്പ് എന്തെങ്കിലും ലാബ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട്, പിന്നെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ ഡയറ്റ് ഫുഡ് ഭക്ഷണക്രമങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത്, പിന്നെ ആക്ടിവിറ്റി എന്തെങ്കിലും എക്സസൈസോ അതല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്. പിന്നെ പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ്, എന്താണ് ഈ വന്നിരിക്കുന്ന പേഷ്യന്റിനെ എന്ത് ചെയ്യുക, ഈ നേഴ്സ് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക. അതെന്താണ് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ്, അവർക്ക് എന്തെങ്കിലും വേദനകളോ ക്ഷീണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നിന്ന് തന്നെ ആ പേഷ്യന്റിന്റെ, ഇപ്പൊ നമുക്കാണെങ്കിലും എന്തെങ്കിലും ശാരീരികമായിട്ട് ബോഡി പെയിൻസ്, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റൂലേ. അപ്പൊ ആ പേഷ്യൻസിനെ നോക്കിങ്ങായിട്ട് അവർക്ക് എന്തെങ്കിലും ക്ഷീണങ്ങളോ അതല്ല എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. പിന്നെ ആ പേഷ്യന്റിന് എന്തെങ്കിലും ഡിസ്കളറേഷൻ, എന്താണ് അവരുടെ ബോഡിയിൽ എന്തെങ്കിലും കളർ വ്യത്യാസങ്ങൾ, ഇപ്പൊ മഞ്ഞപ്പിത്തമൊക്കെ വരുമ്പോൾ എന്താണ് അവരുടെ കണ്ണിന് നെഗങ്ങൾക്കൊക്കെ എന്താണ് കളർ വ്യത്യാസങ്ങൾ വരും, മഞ്ഞ കളർ ആയിരിക്കാം അങ്ങനെ ഉള്ളത്. പിന്നെ സൈനോസിസ് എന്ന് പറഞ്ഞാല് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, നമുക്ക് നല്ലോണം ശ്വസിക്കാൻ പറ്റാണ്ടാവുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുമ്പോ, അതല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ഒക്കെ എടുക്കുമ്പോ എന്താണ് നമ്മുടെ സ്കിന്നിന് നീല കളറൊക്കെ ആവാനൊക്കെ ചാൻസ്, നീല കളറൊക്കെ ആവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. പിന്നെ ഫേഷ്യൽ പാരലിസിസ് ഷുഡ് ബി നോട്ട്, എന്താണ് മുഖം പോകില്ലേ ഈ സ്ട്രോക്ക് പോലെ വന്നിട്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഫർദർ ഒബ്സർവേഷൻ ക്യാൻ ബി മെയ്ഡ് ഗിവിംഗ് കെയർ ടു ദി പേഷ്യന്റ്, എന്താണ് അതൊക്കെ മനസ്സിലാക്കി കാണിട്ട് പ്രിലിമിനറി ആയിട്ട് അവർ ജസ്റ്റ് നോക്കിയതിനു ശേഷം അവർക്ക് ഫർദർ ആയിട്ടുള്ള കെയേഴ്സ് കൊടുക്കുക. പിന്നെ ചാർട്ടിങ്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ നേഴ്സ് ചാർട്ട് ചെയ്യേണ്ടത്. റെക്കോർഡ് ഓൾ ദ പേഷ്യൻസിന്റെ എല്ലാ ബേസിക് ഇൻഫർമേഷൻ, അവരെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും. പിന്നെ എന്താണ് ക്ലിയർ മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, ആ പേഷ്യന്റിനെ എന്നാണ് അവിടെ അഡ്മിഷൻ എടുത്തത്, അതിന്റെ ടൈം, പിന്നെ ആ പേഷ്യൻസിന് അവിടുത്തെ ഹോസ്പിറ്റലിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അവിടേക്ക് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ പെയിൻ കില്ലേഴ്സോ അങ്ങനെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും അലർജീസ് ഉണ്ടെങ്കിൽ അത്. പിന്നെ എന്താണ് പേഷ്യൻസിന്റെ മെന്റൽ സ്റ്റാറ്റസ്, അവരെ മാനസിക നില എന്താണെന്ന്. റെക്കോർഡ് നെക്സ്റ്റ് അഡ്മിഷൻ, റെക്കോർഡിംഗ് അഡ്മിഷൻ രജിസ്റ്റർ, എന്താണ് അവിടെ അവരുടെ അഡ്മിഷൻ രജിസ്റ്റർ, അവരെ കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക്, മെഡിക്കോ ലീഗൽ കേസ്, എന്തെങ്കിലും കേസുകൾ മെഡിക്കോ ലീഗൽ എന്താണ് പോലീസിന്റെ അറിവിലേക്കായിട്ട് കൊടുക്കേണ്ടത്. നമുക്ക് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്താണല്ലേ MLC കേസുകൾ, അങ്ങനെയൊക്കെയാണ് അതിന്റെ രജിസ്റ്റർ. അപ്ഡേറ്റ് വാർഡ് സെൻസസ് ആൻഡ് നഴ്സസ് നോട്ട്സ്, എന്താണ് വാർഡ് സെൻസസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, പുതിയ വല്ല പേഷ്യൻസിനെയൊക്കെ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള വാർഡ് സെൻസസ് ആൻഡ് നഴ്സസ് നോട്ട്സ്, എന്താണ് നഴ്സസ് ഓരോ പേഷ്യൻസിന് ചേർന്ന് വിസിറ്റ് ചെയ്തതിനു ശേഷം അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അവരെ അറിയുന്നതിനായിട്ട് എഴുതിയെടുക്കും അല്ലെ, അങ്ങനെയുള്ള നഴ്സസ് നോട്ട്സ്. നെക്സ്റ്റ് ഫിസിക്കൽ അസസ്മെന്റ് വ്യൂയിങ് സിസ്റ്റം, എന്താണ് ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള ഫിസിക്കൽ അസസ്മെന്റ്, അവരുടെ ഒക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് അവരെ ഇൻഫോർമേഷൻസ് ഡാറ്റാബേസിലേക്ക് കളക്ട് ചെയ്യുന്നതിനായിട്ട് എടുക്കുന്നത്. പേഷ്യന്റ് കംഫർട്ട്, എന്താണ് പേഷ്യന്റിന് നല്ല രീതിയിലുള്ള കംഫർട്ട്, എന്താണ് ബെഡ് അറേഞ്ച് ചെയ്തിടുക, അവർക്ക് പ്രൈവസി കൊടുക്കുക, അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അവരോട് പെരുമാറുക, അങ്ങനെയുള്ള പേഷ്യൻസിന് ഒരു കംഫർട്ട് കിട്ടുക. ആ റൂമിലോ വാർഡിലോ അവരെവിടെയാണോ അഡ്മിറ്റ് ചെയ്തേക്കുന്നത് അവർക്ക് അതിൽ നല്ല രീതിയിലുള്ള കംഫർട്ട് കൊടുക്കുക. കളക്ട് ഇൻഫർമേഷൻ ഫോർ ഡാറ്റാബേസിലേക്ക് ഈ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതിനായിട്ട് അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഒബ്റ്റെയിൻ ഫിസിഷ്യൻ ഓർഡർ, എന്താണ് ആ രോഗി കൺസൾട്ട് ചെയ്യുന്ന ഫിസിഷ്യൻ എന്തെങ്കിലും ലാബ് ടെസ്റ്റുകളോ അതല്ലെങ്കിൽ മെഡിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിനെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ചാർട്ട് ചെയ്യുക. ഫോളോ ഓർഡേഴ്സ് ബൈ ദി കൺസൾട്ടന്റ്, എന്താണ് കൺസൾട്ടന്റ് ഈ രോഗി അവിടെ അഡ്മിറ്റ് ആക്കിയിരുന്ന രോഗിനെ കാണിച്ചിരിക്കുന്ന കൺസൾട്ടന്റ് ഈ രോഗിക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്താണ് വല്ല ലാബ് ടെസ്റ്റുകൾ അതല്ലെങ്കിൽ എക്സ്റേ അല്ലെങ്കിൽ ECG അങ്ങനെ എന്തെങ്കിലും ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനുള്ള അറേഞ്ച്മെന്റ് ഈ നേഴ്സ് ചെയ്തു കൊടുക്കുക. കെയർ ഓഫ് വാല്യുബിൾ ആൻഡ് ക്ലോത്തിങ്, എന്താണ് ഈ പേഷ്യൻസിന്റെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളോ അതല്ലെങ്കിൽ ക്ലോത്തിങ് ഒക്കെ എന്താണ് ഈ അവരുടെ
ഇവർക്ക് ഹോസ്പിറ്റൽ ഡ്രസ് കൊടുത്തതിന് ശേഷം അവരെല്ലാ സാധനങ്ങളും ഇവരുടെ റിലേറ്റീവ്സിനെ ഏൽപ്പിക്കുക. റിലേറ്റീവ്സിന് ആബ്സെന്റ് ആണെങ്കിൽ എന്താണ് ഇത് അവര് തന്നെ അവിടെ സൂക്ഷിച്ചിട്ട് പേരൊക്കെ എഴുതി സൂക്ഷിച്ചതിന് ശേഷം എന്താണ് റിലേറ്റീവ്സ് വരുമ്പോ അവർക്ക് കൈമാറുക. പിന്നെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഹോസ്പിറ്റലില് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചാൽ എന്താണ് അത് മോഷണം കളവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വീട്ടിൽ സൂക്ഷിക്കുക. അതല്ല ഇവിടെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എന്താണ് ഓൺ റിസ്കില് സ്വന്തം റിസ്കിൽ തന്നെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. അത് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിഷൻ എങ്ങനെയാണ്? എല്ലാവരും ജോയിൻ ചെയ്താ എടുക്കാം അല്ലെ? When they get confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is give a call to ward boys and patient attendant to shift the patient from ambulance to structure. എന്നാണ് ഒരു പേഷ്യന്റിനെ എമർജൻസി സെക്ഷനിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഹോസ്പിറ്റലില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്ന് ആദ്യം തന്നെ ഇവർക്ക് അറിയിപ്പ് കിട്ടിയാൽ ഇവർക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക? ആദ്യം തന്നെ വാർഡ് ബോയ്സിനെ അതല്ലെങ്കിൽ പേഷ്യന്റ് അറ്റൻഡേഴ്സിനെ എന്താണ് വിവരം അറിയിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആംബുലൻസിന് ഈ പേഷ്യന്റിനെ സ്ട്രക്ചറിൽ മാറ്റി കണ്ടിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യാ? ഫസ്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നുണ്ടെന്ന് ഇവർക്ക് കൺഫർമേഷൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക? വാർഡ് ബോയ്സിനെ അതല്ലെങ്കിൽ പേഷ്യന്റ് അറ്റൻഡൻസിനെ അറിയിച്ചു കാണിട്ട് ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചേഴ്സിലേക്ക് ഈ പേഷ്യന്റിനെ മാറ്റുന്നതിനുള്ള സംവിധാനം ഒരുക്കുക. നെക്സ്റ്റ് ഗിവ് എ കോൾ ടു മെഡിക്കൽ ഓഫീസർ. എന്താണ്? സ്ട്രക്ചറിൽ ഈ പേഷ്യന്റിനെ കിടത്തി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഒരു കൺസൾട്ടന്റിന്റെ അല്ലെ ഇത് വേണ്ടേ? ട്രീറ്റ്മെന്റ് കൺസൾട്ട് ചെയ്യണ്ടേ ഡോക്ടർ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്? മെഡിക്കൽ ഓഫീസറിനെ വിവരം അറിയിക്കുക. ആഫ്റ്റർ ദ മെഡിക്കൽ ഓഫീസർ എക്സാമിൻസ് ദ പേഷ്യന്റ് ദേ ആസ്ക് ഹിം ടു ആസ് ടു വെയർ ദേ ഹാവ് ടു ഷിഫ്റ്റ് എ പേഷ്യന്റ്. എന്താണ്? മെഡിക്കൽ ഓഫീസറിനെ വിവരം കൊടുത്തതിന് ശേഷം അവര് വന്ന് ഈ പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിനെ എന്താണ്? ചെക്കപ്പ് എക്സാമിൻ ചെയ്തതിന് ശേഷം ആ ഡോക്ടർ പറയില്ലേ, മെഡിക്കൽ ഓഫീസർ പറയും ഈ പേഷ്യന്റിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ അതല്ല ഏതെങ്കിലും സർജറിക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് മാറ്റണോ അതല്ല ഇവരെ വാർഡിലേക്ക് മാറ്റണം എന്നൊക്കെ എന്താണ് ഈ കൺസൾട്ടന്റിന്റെ ഉപദേശപ്രകാരമായിട്ട് ഇവരെ ഷിഫ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് generally they shift the patient to ICU and after patient becomes stable only then shift the patient to the concerned ward. എന്നാണ് ആദ്യം ഈ പേഷ്യന്റ് ജനറൽ ആയിട്ട് ഈ പേഷ്യന്റിനെ എങ്ങോട്ടായിരിക്കും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യന്റിനെ ICUയിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. ICU എന്ന് പറഞ്ഞാല് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അറിയാലോ ഇത് ICU ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ്? ഫസ്റ്റ് തന്നെ ഈ പേഷ്യന്റിനെ എങ്ങോട്ടായിരിക്കും? ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പേഷ്യന്റിന്റെ നില ബെറ്റർ ആയാൽ സ്റ്റേബിൾ ആയാൽ എന്ത് ചെയ്യും? ഇവരെ കൺസേൺഡ് വാർഡിലേക്ക് എന്താണ് നമുക്ക് വാർഡ് പഠിച്ചപ്പോ പഠിച്ചില്ലേ? ഹോസ്പിറ്റലില് പല ടൈപ്പ് വാർഡുകളുണ്ട് അല്ലെ? ജനറൽ വാർഡുകളുണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡുകളുണ്ട്, ഇപ്പൊ കാർഡിയോളജി വാർഡ്, ഗൈനക് വാർഡ്, ന്യൂറോ അല്ലെ? അങ്ങനെയുള്ള പല വാർഡുകളുണ്ട്. അപ്പൊ ഏത് വാർഡിലേക്കാണോ ഈ പേഷ്യന്റിനെ മാറ്റേണ്ടത് ആ വാർഡിലേക്ക് ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യും. നെക്സ്റ്റ് fifth one, after counseling with the consultant and permission of the same, they do the registration patient in IPD register and in their software too. എന്താണ്? ആ പേഷ്യന്റിനെ ആ കൺസൾട്ട് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? ഇവര് അവിടുത്തെ IPD അതായത് അഡ്മിറ്റ് ആക്കി. അപ്പൊ ഏതിലേക്കായിരിക്കും? IPDയിലേക്കായിരിക്കും അല്ലെ ഇവരെ രജിസ്റ്റർ ചെയ്യുന്നത്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും അഡ്മിറ്റ് ആകുന്ന രോഗികളെ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ IPDയിലേക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഇവരെ
എന്ത് ചെയ്യും? IPD അതിലെ സോഫ്റ്റ്വെയർസിലേക്ക് ആഡ് ചെയ്യും. ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് ആഡ് ചെയ്യും അല്ലെ? അതാണ് പറഞ്ഞിരിക്കുന്നത്. Fill the patient's concern form and after telling the purpose and meaning of the form, get it signed by the patient's relatives. എന്താണ്? അതിനുശേഷം പേഷ്യന്റിനെ കൊണ്ട് എന്താണ്? സമ്മതപത്രം, അവരുടെ റിലേറ്റീവ്സിനെ കൊണ്ട് സമ്മതപത്രം ഒപ്പിടിക്കും അല്ലെ? അപ്പൊ അത് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ആ സമ്മതപത്രം ഒപ്പിട്ടത്, അതിന്റെ മീനിങ് എന്താണ് എന്നൊക്കെ, എന്താണ് എന്തെങ്കിലും സർജറീസ് വേണമെങ്കിലോ അതല്ലെങ്കിൽ അഡ്മിഷന്റെ ടൈമിലൊക്കെ നമ്മൾ കൊണ്ട് കൺസേൺ ഫോം സൈൻ ചെയ്ത് വാങ്ങിക്കും. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞു കൊടുക്കും. Next, send the file of patient to the corresponding ward where the medical officer has asked the patient to be shifted. എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അതല്ലെങ്കിൽ ICUലെ മെഡിക്കൽ ഓഫീസർ പറയും രോഗിനെ, ഈ പേഷ്യന്റിനെ ഏത് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യും? അവരുടെ ആ മെഡിക്കൽ ഓഫീസറിന്റെ അനുവാദത്തോടു കൂടി അവരെ ഏത് വാർഡിലേക്കാണ്, ഏത് കൺസേൺഡ് വാർഡിലേക്കാണോ മാറ്റേണ്ടത് അങ്ങോട്ട് മാറ്റും. Confirming that the file of patient is received by MO of the corresponding ward. എന്ത് ചെയ്യും? കൺഫേം വിത്ത്. അപ്പൊ എന്ത് ചെയ്യാ? ഏത് കറസ്പോണ്ടിങ് വാർഡിലേക്കാണോ മാറ്റിയിരിക്കുന്നത് അവിടുത്തെ MO എന്ന് പറഞ്ഞാല് മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യണം? ആ പേഷ്യന്റിന്റെ ഫയൽ എന്ത് ചെയ്യാ? സ്വീകരിക്കണം. അത് ഉറപ്പാക്കുകയും കൂടി ചെയ്യണം. ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ആ പേഷ്യന്റിനെ ഏത് വാർഡിലേക്കാണോ മാറ്റിയിരിക്കുന്നത് അവിടുത്തെ മെഡിക്കൽ ഓഫീസർ അവരുടെ ഫയല് സ്വീകരിച്ചോ എന്ന് നോക്കുക കൂടി വേണം. ക്ലിയർ ആയോ അത്? അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണ്? ഒരു പേഷ്യന്റിനെ എമർജൻസി ഹോസ്പിറ്റലില് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നു എന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എന്താണ്? സ്ട്രക്ചേഴ്സ് ഒക്കെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഹോസ്പിറ്റൽ വാർഡ് ബോയ്സിനെ അതല്ലെങ്കിൽ പേഷ്യന്റ് അറ്റൻഡേഴ്സിനെ ഒക്കെ എന്താണ് വിവരം അറിയിക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യുക? അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് എൻ്റർ ചെയ്ത് സ്ട്രക്ചേഴ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുക. മെഡിക്കൽ ഓഫീസർ വന്നിട്ട് ആ രോഗിനെ ചെക്കപ്പ് ചെയ്തതിനു ശേഷം എന്ത് പറയും? അവരെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പൊ എന്താണ്? മിക്ക കേസിലും അതെങ്ങനെയായിരിക്കും? ആ പേഷ്യൻസിനെ ICUലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ICUയിൽ ഉറപ്പെടുത്തി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിനു ശേഷം അവരെ നില ബെറ്റർ ആയി സ്റ്റേബിൾ ആയാൽ കഴിഞ്ഞവർ എന്ത് ചെയ്യും? ആ മെഡിക്കൽ ഓഫീസർ ആ കൺസൾട്ടന്റ് പറയും ഇവരെ ഏത് വാർഡിലേക്കാണ്, ഏത് കൺസേൺഡ് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന്. എന്താണ്? അപ്പൊ ഇവരുടെ IPD സെക്ഷനിലേക്ക് ഇവിടെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ രജിസ്റ്ററിലേക്ക് ഇവരെ എൻറ്റർ ചെയ്യും. ഇവരെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ എന്താണ്? ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എൻറ്റർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താണ്? എന്തെങ്കിലും കൺസേൺ ഫോമുകളൊക്കെ അഡ്മിഷൻ ആക്കുന്ന സമയത്തുള്ള കൺസേൺ ഫോമുകളൊക്കെ ഇവരുടെ ഈ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ കൊണ്ടൊക്കെ സൈൻ ചെയ്തിട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ കൺസേൺ ഫോം അവർ സൈൻ ചെയ്തത് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യും? ഈ പേഷ്യന്റിനെ എന്താണ്? ഷിഫ്റ്റ് ചെയ്യും. ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത് ആ വാർഡിലേക്ക് ഇവര് ഷിഫ്റ്റ് ചെയ്യും. അതിന് ശേഷം എന്താണ്? ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ കാർഡിയാക് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ മെയിൻ മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യണം? ഇവരെ ഫയല് സ്വീകരിച്ചിട്ടുണ്ടോ എന്നും കൂടി ആര്? ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് എന്താണ്? ഉറപ്പുവരുത്തതും കൂടി ചെയ്യണം. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഓക്കെ. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇതാണ്. സൈനോസിസ് എന്ന് പറഞ്ഞാലേ ഈ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലവര് കണ്ടിട്ടുണ്ടാവും ഈ ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ വരൂലേ, ശ്വാസം കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന പേഷ്യൻസ്. അപ്പൊ അവര് സ്കിന്നിന്റെ നിറം, മുഖത്തെ നിറം അതല്ലെങ്കിൽ ചുണ്ടിന്റെ നിറമൊക്കെ എന്താണ് പെട്ടെന്ന് തന്നെ ചേഞ്ചസ് വരും, നീല നിറത്തിലൊക്കെയാവും. അതല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ആയിട്ട് നെഞ്ചുവേദനയൊക്കെ അനുഭവിക്കുമ്പോഴും ഇങ്ങനെയുള്ള നിറവ്യത്യാസങ്ങൾ അവരുടെ ബോഡിയിൽ കാണിക്കും. അതിനെ പറയുന്നതാണ് സൈനോസിസ്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് അവരുടെ ബോഡിയിലെ സ്കിന്നിന്
ചേഞ്ചസ് വരുന്നത്, കളർ വ്യത്യാസങ്ങൾ വരുന്നത്. ക്വസ്റ്റ്യൻ എഴുതാം, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിലാ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്റർ ക്ലിയർ ആയോ നിങ്ങൾക്ക് എല്ലാം? ടീച്ചർ പറഞ്ഞു തരുന്നത് മനസ്സിലാകുന്നുണ്ടോ? എടുത്തിരിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ എഴുതാം നിങ്ങൾക്ക്. പറഞ്ഞു തുടങ്ങിക്കോട്ടെ. ഓരോ ചാപ്റ്ററിന്റെയും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ ഹെഡിങ് കൊടുത്തിട്ടൊക്കെ എഴുതാട്ടാ. നിങ്ങൾക്കത് ക്ലിയർ ആകും. പെട്ടെന്ന് വാരി വലിച്ചൊന്നും എഴുതാതിരിക്കുക. എല്ലാത്തിനും ഹെഡിങ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതട്ടാ. ചാപ്റ്റർ 9 ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നോട്ട് ഇൻ ദ പർപ്പസ് ഓഫ്, നോട്ട് ഇൻ ദ purpose of admission procedure. Not in the purpose of admission procedure. Not in the purpose of admission procedure. First, to provide immediate care. Admission procedure la pedathathu. To provide immediate care. Option A, to provide immediate care. Option B, prepare medical record. Option B, prepare medical record. Option B, prepare medical record. Option C, to be ready for any emergency. To be ready for any emergency. To be ready for any emergency. Option D, to involve patient and family. Answer പറഞ്ഞു കഴിഞ്ഞ്. To involve patient and family in care. Answer option D ആണല്ലേ. Prepare medical record. Okay. Answer option D ആണല്ലേ. Prepare medical record. അത് എന്തിൽ പെടുന്നതാ? റെസ്പോൺസിബിലിറ്റി ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിൽ പെടുന്നതാണല്ലേ പ്രിപ്പയർ മെഡിക്കൽ റെക്കോർഡ്. നെക്സ്റ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി ഏരിയ, ഡാഷ് ഈസ് ദ ഏരിയ dash is the area of the hospital, dash is the area of the hospital, dash is the area of the hospital where patients are accommodated, where patients are accommodated after being admitted
after being admitted based on doctors or specialist assessment. After being admitted based on doctors or specialist assessment. എന്താണ് ആൻസർ ഒന്നും പറയാത്തത്? കേട്ടപ്പോ തന്നെ ആൻസർ മനസ്സിലായല്ലോ. വാർഡാണ് IPD ലെ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. വാർഡ് എന്താണ്? മാറിപ്പോണെന്താ? വാർഡ് എന്ന് പറഞ്ഞാല് ഒന്നിൽ കൂടുതൽ പേഷ്യൻസിനെ അറ്റ് എ ടൈം ഒരേ സമയത്ത് അഡ്മിറ്റ് ആക്കുന്ന റൂം അല്ലേ? അറ്റ് എ ടൈം ഒരേ സമയം ഒന്നിലധികം പേഷ്യൻസിനെ ഒരേപോലെയുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കി ട്രീറ്റ്മെന്റ് ചെയ്യുന്ന റൂമിനെ പറയുന്നതാണ് വാർഡ്. ഇതെന്താണ്? ഒരു ഹോസ്പിറ്റലിലെ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അതല്ലെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ എന്താണ് അവരൊക്കെ അസസ് ചെയ്തതിനു ശേഷം ഈ പേഷ്യന്റിനെ വിലയിരുത്തതിനു ശേഷം അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്? ഏത് ഏരിയയിലേക്കാണ്? ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് IPD. Final admission. Third question. Final admission procedure. Final admission procedure. Final admission procedure in IPD. In IPD through OPD. In IPD through OPD. OPD outpatient ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന പേഷ്യന്റിനെ OPD-യിലേക്ക് അഡ്മിഷൻ നടത്തി കഴിഞ്ഞാലുള്ള ഫൈനൽ അഡ്മിഷൻ പ്രൊസീജിയർ എന്താണെന്ന്. ഫൈനൽ ആയിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നമ്മൾ ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ പഠിച്ചല്ലേ? എത്ര എണ്ണം? ഒരു 5 എണ്ണം. അഞ്ച് അഡ്മിഷൻ പ്രൊസീജിയർ പഠിച്ചില്ലേ? അതിൽ ലാസ്റ്റ് വരുന്നത് ഏതാ? പറയാം, ക്വസ്റ്റ്യൻ പറയാം. ഫൈനൽ അഡ്മിഷൻ പ്രൊസീജിയർ. Final admission procedure in IPD. Final admission procedure in IPD through OPD. Through OPD. എന്താണ് ആരൊന്നും പറയാത്തത്? അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നമ്മൾ പഠിച്ചല്ലോ. ത്രൂ OPD എന്നും പറഞ്ഞിങ്ങാണ്ട് ഒരു 5 സ്റ്റെപ്പ്, 5 കാര്യങ്ങള്. ഇതാണ് ആൻസർ പറയാത്തത്. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല? അല്ല, കെയർ ഓഫ് വാല്യുബിൾസ് അല്ല. വാർഡ് സിസ്റ്റർ എന്ത് ചെയ്യുക? റിസീവ് ചെയ്യുക അല്ലെ? അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD. ആദ്യം എന്ത് ചെയ്യാ? പേഷ്യന്റിനെ റിസീവ് ചെയ്യും അല്ലെ? ഏത് സെക്ഷനിലാണെങ്കിൽ അവിടെ, എമർജൻസി സെക്ഷനിലാണെങ്കിൽ എമർജൻസി സെക്ഷനിൽ 9 സ്റ്റെപ്പ് നമ്മുടെ ഡ്യൂട്ടിയാണ്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സാണ്. ജോബ് റോൾസ് വാർഡ് നേഴ്സിന്റെ അവിടെയുള്ള IPD-യിലുള്ള നേഴ്സിന്റെ ഡ്യൂട്ടീസ് ആണ് 9 എണ്ണം. അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ത്രൂ OPD. ആദ്യം എന്ത് ചെയ്യുക? റിസീവിംഗ് ദി പേഷ്യന്റ്. പേഷ്യന്റിനെ സ്വീകരിക്കുക. നെക്സ്റ്റ് റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ. അവര്
റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ ഡാറ്റ, അവരുടെ സോഷ്യൽ ഡാറ്റ റെക്കോർഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് വരുന്നത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ സോഷ്യൽ ഡാറ്റ കളക്ട് ചെയ്യില്ലേ, ആ സമയത്ത് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്, അവരെ ജോബ് ഡ്യൂട്ടീസ്, അവരെ ജോബ് റോൾസ് എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഈ കിടക്കുന്നത്. ABCD എന്നും പറഞ്ഞ H വരെ കിടക്കുന്നില്ലേ? എന്താണ്? പേഷ്യന്റ് ഇൻഫോർമേഷൻ, സോഷ്യൽ ഡാറ്റാസ് കളക്ട് ചെയ്യുക, അവരെ മെഡിക്കൽ റെക്കോർഡ് നിർമ്മിക്കുക, പേഷ്യന്റിന്റെ ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുക. അതൊക്കെ എന്താണ്? അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇനീഷ്യൽ ഓർഡേഴ്സ്, കൺസേൺ ഫോം സൈൻ ചെയ്ത് മേടിക്കുക, ഫ്ലോർ വാർഡ് ഏത് ഫ്ലോറിലേക്കാണോ ഈ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നെങ്കിൽ ആ നഴ്സിനെ, ആ ഫ്ലോർ വാർഡിലെ നഴ്സിനെ വിവരം അറിയിക്കുക. എന്താണ്? വിസിറ്റിംഗ് പാസ് കൊടുക്കുക. അവരെ എന്താണ്? മിനിമം ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുക. നെക്സ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. OPD-യിൽ എന്താണ്? അവരെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുക. നെക്സ്റ്റ് എന്താണ്? ട്രാൻസ്പോർട്ടിംഗ് the client from OPD to IPD. അതെന്താണ്? ഫോർത്ത് സ്റ്റെപ്പ് ആണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സിലെ ഫോർത്ത് സ്റ്റെപ്പ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? റിസീവിംഗ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ. ക്ലിയർ ആയോ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ്. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ് എത്ര എണ്ണം ഉണ്ട്? സോറി, 4 എണ്ണം. അത് തെറ്റിപ്പോയിട്ടാ. ലാസ്റ്റ് കെയർ ഓഫ് വാല്യുബിൾ ആൻഡ് ക്ലോത്തിങ് ആണ്. എഴുതി കഴിഞ്ഞപ്പോ അത് ഇതായി. സോറി കേട്ടോ. ആൻസർ കെയർ ഓഫ് വാല്യുബിൾ ആൻഡ് ക്ലോത്തിങ്. എന്താണ്? അവരെ വിലപിടിപ്പുള്ളതും പിന്നെ അവരുടെ ഡ്രസ്സുകളൊക്കെ എന്താണ്? സൂക്ഷിക്കുക. Fourth question, MO stands for. MO stands for medical officer. Okay, medical officer. Fifth question, ICU stands for Intensive care unit. Okay. Next, sixth question, which type of admission? Fifth question, ICU. ICU stands for sixth question. മൂന്നിന്റെ ആൻസർ കെയർ ഓഫ് valuable and clothing. Care of valuables and clothing. Sixth question, which type of admission? Which type of admission? Clients are. Which type of admission? Clients are admitted. Clients are admitted for investigations. For investigations and planned treatment and surgeries. Clients are admitted for routine admission. Clients are admitted for investigation and planned treatment and surgeries.
Clients are admitted for investigations and planned treatment and surgeries. എന്താണ് ആൻസർ? റുട്ടീൻ അഡ്മിഷൻ അല്ലേ? ഏതൊക്കെ ടൈപ്പ് അഡ്മിഷൻസ് ഉണ്ട്? 2 ടൈപ്പ് അഡ്മിഷൻസ് ഉണ്ട് അല്ലെ? എമർജൻസി അഡ്മിഷനും റുട്ടീൻ അഡ്മിഷനും അല്ലെ? എമർജൻസി അഡ്മിഷൻ എന്ന് പറഞ്ഞാല് അക്യൂട്ട് കണ്ടീഷനില്, ക്രിട്ടിക്കൽ കണ്ടീഷനിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്താണ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടി അവരെ അഡ്മിറ്റ് ചെയ്യുന്നത്. അതെന്താണ് എമർജൻസി അഡ്മിഷൻ. രണ്ടാമത്തേത് റുട്ടീൻ അഡ്മിഷൻ. എന്തെങ്കിലും പ്ലാനഡ് ആയിട്ടുള്ള അറ്റാക്കോ അല്ലെങ്കിൽ ആക്സിഡന്റുകൾ അല്ലെങ്കിൽ പോയിസണിങ് ഒക്കെ സംഭവിച്ചു കൊണ്ടുവരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന അഡ്മിഷൻസ്, അതാണ് എമർജൻസി അഡ്മിഷൻ അല്ലെ? രണ്ടാമത്തേത് റുട്ടീൻ അഡ്മിഷൻ. എന്താണ് എന്തെങ്കിലും പ്ലാനഡ് ആയിട്ടുള്ള സർജറിക്കോ ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ റുട്ടീൻ ചെക്കപ്പിന് വരുമ്പോ അവരെ അഡ്മിറ്റ് ആക്കുന്നത്. അതൊക്കെയാണ് റുട്ടീൻ അഡ്മിഷൻസ്. 7th question. Choose. Okay. Choose odd one out. 7th question. Choose odd one out. Choose odd one out. Choose odd one out. A. Prepare medical record. Option A. Prepare medical record. Option A. Prepare medical record. Option B. Consent form signed. Option B. Consent form signed. Option B. Consent form signed. Option C. Prepare room. Option C. Prepare room. Option D. Inform to floor ward nurse. Option D. Inform to floor ward nurse. Okay. Answer C ആണല്ലേ? ഓപ്ഷൻ ബി സി ആണല്ലേ? പ്രിപ്പയർ റൂം. അതാരുടെ ഡ്യൂട്ടിയാ? നേഴ്സിന്റെ അല്ലേ? Eighth question. Eighth question. Who make the patient comfortable in bed? Who make the patient comfortable in bed? And provide him with hospital clothes. Provide him with hospital clothes and ensure adequate privacy. And ensure, okay, nurse, and ensure adequate privacy. മിസ് ഒന്നുകൂടെ പറയാമോ? Who make the patient comfortable in bed? Who make the patient comfortable in bed and provide him
with hospital clothes and provide him with hospital clothes and ensure adequate privacy. And ensure adequate privacy. ആരാണ്? നേഴ്സ്. Ninth question പറയട്ടെ. Choose odd one out. Choose odd one out. Choose odd one out. Option A, cloth storage. Option A, cloth storage. Option B, listen, anxiety or fear. Listen, anxiety or fear. Option C, bed controls. Option C, bed controls. Option D, time for doctor's visit. Option D, time for doctor's visit. Option A, cloth storage. സെബീന ഐഡന്റിറ്റി മാറിപ്പോയ ആൻസർ. ഓപ്ഷൻ ബി, listen, anxiety or fear. Option C, bed controls. Option D, time for doctor's visit. ആൻസർ ഏതാണ്? ഓഡ് വൺ ഏതാണ് ഇതില്? ലിസൺ, ആൻസൈറ്റി ഓർ ഫിയർ. അതാരാണ് കേൾക്കുന്നത്? ഈ പേഷ്യൻസിന്റെ ആൻസൈറ്റിയും ഫിയർ ഒക്കെ നഴ്സ് ആണല്ലേ? ഓക്കെ. 10th question. 9th ആൻസർ ഏതാ മാം? Option B, listen, anxiety or fear. Option B. പത്താമത്തെ question. 10th question. Not included. Not included. Not included. The responsibilities. Not included. The responsibilities of the admission department. Not included. The responsibilities. Not included. The responsibilities of the admission department. Not included. The responsibilities of the admission department. Option A, transporting the client from OPD to IPD. Transporting the client from OPD to IPD. Option B, prepare medical record.
Option B, prepare medical record. Option C, initial orders obtained. Initial orders obtained. Option D, a minimum deposit. A minimum deposit collected to patient. Okay. Answer option A ആണല്ലേ? Okay. A minimum deposit collected to patient. Sixth വേണോ? Sixth question. Which type of admission? Which type of admission? Answer മതി. Answer sixth ന്റെ routine admission. Eighth ന്റെ nurse. First question. First question. Not in the purpose of admission procedure. Not in the purpose of admission procedure. Option A, to provide immediate care. To provide immediate care. Option B, prepare medical record. Option B, prepare medical record. Option C, to be ready for any emergency. To be ready for any emergency. Option D, to involve. Option D, to involve patient and family in care. Patient and family in care. ഈ ക്വസ്റ്റ്യൻ മാം എത്രാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ പറഞ്ഞത്? First question. Not in the purpose of admission procedure. To provide option A, to provide immediate care. Option B, prepare medical record. Option C, to be ready for any emergency. Option D, to involve patient and family in care. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണല്ലേ, പ്രിപ്പയർ മെഡിക്കൽ റെക്കോർഡ്. അതെന്താണ് നമ്മുടെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റില റെസ്പോൺസിബിലിറ്റി ആണല്ലേ, മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഏത് ക്വസ്റ്റ്യൻ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനാ. നോട്ട് ഇൻക്ലൂഡഡ് the responsibilities of the admission department. Not included the responsibilities of the admission department. Transporting the client from OPD to IPD.
transporting the client from OPD to IPD. Option B, prepare medical record. Option B, prepare medical record. Option C, initial order obtained. Option C, initial order obtained. Option D, a minimum deposit collected to patient. A minimum deposit collected to patient. Answer option A. Next, കഴിഞ്ഞില്ലേ? ഇനി ബാക്കി ഗ്രൂപ്പിൽ ഇടൂലേ? ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ആരെങ്കിലും ഇനി നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ചെയ്ത് ഒരു ഗ്രൂപ്പിൽ ഒന്ന് ഇട്ടാൽ മതി. എന്തെങ്കിലും തിരുത്താനോ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ ചെയ്യാനൊക്കെ സാധിക്കും ട്ടാ. ഓക്കെ, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് എടുക്കാനുള്ളത്? ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് ഡിസ്ചാർജ് പ്രോസസ് ആണ്. ചാപ്റ്റർ 11 ഡിസ്ചാർജ് പ്രോസസ്. നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അറിയാലോ ഡിസ്ചാർജ് എന്തായിരിക്കും. ഡിസ്ചാർജിനെ കുറിച്ച് നമ്മൾ പല ചാപ്റ്റേഴ്സിലും ജസ്റ്റ് പറഞ്ഞൊക്കെ പോയില്ലേ. എന്താണ് ഒരു രോഗിയുടെ എന്താണ് എന്തെങ്കിലും അസുഖങ്ങൾ, ഇൽനെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഷുറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവരെന്താണ് ഡോക്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? അവര് നോർമൽ ലൈഫിലേക്ക് വരൂല്ലേ. എല്ലാ അസുഖങ്ങളൊക്കെ മാറി പൂർണ്ണാരോഗ്യവനായിട്ട് അവര് സ്റ്റേബിൾ ആയി ഹെൽത്ത് വീണ്ടെടുത്ത് വരും. അപ്പൊ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ പറഞ്ഞയക്കും അല്ലെ, വീട്ടിലേക്ക് തിരിച്ചയക്കും സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ. അതിന് പറയുന്നതാണ് ഡിസ്ചാർജ്. അറിയാലോ അല്ലേ? ഡിസ്ചാർജ് എന്താണെന്ന് അറിയാലോ അല്ലെ? ഓക്കെ, അതിന് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡിസ്ചാർജ് ഫ്രം ഹോസ്പിറ്റൽ is the formal release of patients from a hospital after a procedures, a course of treatment. എന്നാണ് ഒരു രോഗിയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ആ രോഗിയെ ഫോർമലായിട്ട് ഔദ്യോഗികമായിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയക്കുന്നതിന് പറയുന്നതാണ് ഡിസ്ചാർജ്. A discharge from hospital is the formal release of patient from a hospital after a procedure of course of treatment. ഒരു രോഗിയുടെ ആ കോഴ്സ് ട്രീറ്റ്മെന്റിന്റെ കോഴ്സ് തീർന്നതിന് ശേഷം ആ രോഗിയെ ഫോർമലായിട്ട് ഔദ്യോഗികമായിട്ട് അവിടെ നിന്ന് വിട്ടയക്കുന്നതിന് പറയുന്നതാണ് discharge. A discharge happens whenever a patient leaves hospital on the completion of treatment. എന്താണ് discharge സംഭവിക്കുന്നത്? Whenever a patient leaves hospital on the completion of treatment. ആ രോഗിയുടെ ട്രീറ്റ്മെന്റ് തീർന്നിട്ടുണ്ടാവും. എന്താണ്? അവർ ഓക്കെ ബെറ്റർ ആയിട്ടുണ്ടാവും ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം. നെക്സ്റ്റ്, സൈനിങ് ഔട്ട് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഇതൊന്നും പറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് മെഡിക്കൽ അഡ്വൈസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവരവിടെ നിന്ന് പോകുന്നത്. ഓർമ്മയുണ്ട്? അത് ജസ്റ്റ് ഒരു ഇതുപോലെ ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? ഒരു രോഗി കൺസൾട്ട് ചെയ്ത ഡോക്ടർ ഉപദേശപ്രകാരം അല്ലാണ്ട് അവരവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്. നമ്മ ഒരു ഇതുപോലെ പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടാ? ആരാ പറയുന്നേ നോക്കട്ടെ. നമ്മൊരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചപ്പ അല്ലെ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു. DAMA എന്ന് പറഞ്ഞ പഠിച്ച ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പഠിച്ചാ? എന്താണ് ആരൊന്നും പറയാത്തത്? ഓർമ്മ വന്നല്ലേ? പഠിച്ചായിരുന്നു. അത് തന്നെയാണ് പറയുന്നതില്ല. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിച്ചില്ലേ DAMA എന്ന് പറഞ്ഞിട്ട്. നമ്മ അതിന്റെ ഫുൾ ഫോം ഒക്കെ എഴുതിയൊക്കെ പഠിച്ച്
മറന്നുപോയാ? എന്താണ് സൈനിങ് ഔട്ട് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്? അവര് കൺസൾട്ട് ചെയ്ത ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാണ്ട് ആ ഡോക്ടർ പറയാതെ തന്നെ അവര് നിർബന്ധമായിട്ട് ഡിസ്ചാർജ് വാങ്ങി പോകുന്നത്. ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇവർക്ക് അവിടുത്തുള്ള ട്രീറ്റ്മെന്റ് പോരാ, ബെറ്റർ ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അതല്ല അവർക്കുള്ള ഫെസിലിറ്റീസ് അവിടെ ലഭ്യമല്ല എന്നൊക്കെ മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും? അവരവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിങ്ങോട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകും അല്ലെ? അങ്ങനെയുള്ള ഡിസ്ചാർജ്. ഓർ ഓൺ ഡെത്ത് എന്താണ്? ആ രോഗിക്ക് മരണം സംഭവിക്കുക, ഏതെങ്കിലും ഒരു പേഷ്യൻസിനെ ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ കൊണ്ടുവന്നിട്ട് അവർക്ക് മരണം സംഭവിച്ചിട്ട് അപ്പന്നെയും അവരെ ഡിസ്ചാർജ് ചെയ്യും അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഡിസ്ചാർജ് സംഭവിക്കുന്നത്? ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുക, ആ രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പോകും. നെക്സ്റ്റ് സൈനിങ് ഔട്ട് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അവിടുത്തെ മെഡിക്കൽ അഡ്വൈസിന് അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇവര് കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ട് ഡിസ്ചാർജ് വാങ്ങിപ്പോകുക. ട്രാൻസ്ഫറിങ് ടു അനദർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? അവർ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്, മാറുന്നവർക്ക് എന്തെങ്കിലും ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്നതിനോ അതല്ല ഇവർക്ക് ഫർദർ എന്തെങ്കിലും ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർസ് ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എന്താണ് വേറെ ഹോസ്പിറ്റലിലേക്ക് ഡിസ്ചാർജ് വാങ്ങിപ്പോകും. നെക്സ്റ്റ് ഓറോണെ ഓർ ഡെത്ത് എന്താണ്? മരണം സംഭവിച്ചിട്ട് അല്ലെ? വന്ന പേഷ്യൻസിന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞേക്കും. ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? ഓക്കെ, മറക്കരുതിട്ടാ പഠിച്ച ഭാഗങ്ങളൊക്കെ മറന്നു പോവണെന്താ? ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്. എത്ര ടൈപ്പ് ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന്? ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? റൂട്ടീൻ ഡിസ്ചാർജ്, അതായത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം റുട്ടീൻ ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, റുട്ടീൻ അഡ്മിഷൻ പഠിച്ചത്. അതേപോലെ റുട്ടീൻ ഡിസ്ചാർജ് എന്താണ്? അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ ആ ഡോക്ടർ പറഞ്ഞിട്ട് അവിടെ ഡിസ്ചാർജ് ചെയ്യുന്നത്. പിന്നെ AMA എന്താണ്? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. നമ്മ ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്താണ്? ആ കൺസൾട്ടന്റിന്റെ അഡ്വൈസറുടെ മെഡിക്കൽ അഡ്വൈസറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഡിസ്ചാർജ് വാങ്ങി പോകുന്നത്. ട്രാൻസ്ഫർ ടു അനദർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്താണ്? വേറെ ഏതെങ്കിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് വേണ്ടി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടി പോകുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ചാർജ് വാങ്ങുന്നത്. ഡിസ്ചാർജ് ടു ഹോസ്പൈസ് പാലിയേറ്റീവ് കെയർ എന്താണ്? ഏതെങ്കിലും അഭയ കേന്ദ്രത്തിലേക്കോ അതല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസിലേക്കൊക്കെ എന്താണ് പോകുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി പോകുക. എന്താണ്? ഈ എന്താ ആദ്യം പൈസ ഇല്ലാത്ത ആൾക്കാര്, നോക്കാൻ ആളില്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? അവർക്ക് എന്താണ്? അവർക്ക് ലൈഫ് എൻഡ് വരെ എന്താ ട്രീറ്റ്മെന്റ് ഒക്കെ വേണം. അപ്പൊ അവർക്ക് എന്താണ്? പൈസ ഒന്നും ഇല്ലാണ്ടാവുമ്പോ എന്തെങ്കിലും അഭയ കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർസിലേക്കോ പോകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഡിസ്ചാർജ് വാങ്ങിപ്പോകും. അങ്ങനെയുള്ള ഡിസ്ചാർജ് ടു ഹോസ്പൈസ് പാലിയേറ്റീവ് കെയർ. ക്ലിയർ ആയോ? അത് പിന്നെ ഫസ്റ്റ് റൂട്ടീൻ ഡിസ്ചാർജ്, എ പ്ലാനഡ് ഡിസ്ചാർജ് ഓൺ ദ അഡ്വൈസ് ഡോക്ടേഴ്സ് എന്താണ്? റൂട്ടീൻ ഡിസ്ചാർജ്. അതെന്താ? എ പ്ലാനഡ് ഡിസ്ചാർജ് ഓൺ ദി അഡ്വൈസ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിന്റെ അവരെ കൺസൾട്ട് ചെയ്ത ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം അവിടെ ഡിസ്ചാർജ് വാങ്ങിപ്പോകുക. റൂട്ടീൻ ഡിസ്ചാർജ് ഈസ് റെഫേർഡ് ടു ആസ് ദ പ്രോസസ് ഓഫ് എ പേഷ്യന്റ് ബീയിങ് ഡിസ്ചാർജ് from a hospital or healthcare facilities after getting medical treatment or care. എന്താണ്? ഇവർക്ക് ലഭിച്ചിരിക്കുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റ് അതല്ലെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന കെയർസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യൻസ് സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ എന്താണ്? അവിടുത്തെ മെഡിക്കൽ അഡ്വൈസറിന്റെ നിർദ്ദേശപ്രകാരം എന്താണ്? ഡിസ്ചാർജ് വാങ്ങി പോകുക. The healthcare team will then provide the patient with information about their condition, medication, follow-up care and any lifestyle changes necessary for them.
എന്താണ് അപ്പൊ അവര് റൂട്ടീൻ ഡിസ്ചാർജ് വാങ്ങി പോകുമ്പോ അവിടുത്തെ മെഡിക്കൽ ഹെൽത്ത് കെയർ ടീം, അതായത് ഡോക്ടർ നേഴ്സ് ഒക്കെ ചെയ്യും ഇവർക്ക് ഈ പേഷ്യൻസിന്റെ ഈ ഡിസ്ചാർജ് വാങ്ങി പോകുന്ന കണ്ടീഷൻ എന്താണ്, എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ട് പോകുമ്പോ അതല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പോകുമ്പോ എന്താണ് അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെ അപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അവർക്ക് കഴിക്കുന്ന മരുന്നുകളെ കുറിച്ച് അല്ലെ, മെഡിക്കേഷൻസ് ഏതൊക്കെ മരുന്നുകൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള അങ്ങനെയുള്ള മെഡിക്കേഷൻസ് പറഞ്ഞു കൊടുക്കും. ഫോളോ അപ്പ് കെയർ, എന്തെങ്കിലും ഫോളോ അപ്പ് കെയർസ് വീട്ടിൽ ചെന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ അതല്ലെങ്കിൽ ഇവര് തിരിച്ചിങ്ങി ഹോസ്പിറ്റലിൽ എന്നാണ് ഡോക്ടർ കൺസൾട്ടന്റ് വരേണ്ടത്, അങ്ങനെയുള്ള ഫോളോ അപ്പ് കെയർ. ആൻഡ് എനി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നെസസറി ഫോർ ദം, എന്നാണ് ഇവരുടെ ജീവിതശൈലിയിൽ ഭക്ഷണത്തിലായിക്കോട്ടെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ആക്റ്റീവ് എക്സസൈസുകൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ എന്താണ് അവിടുത്തെ മെഡിക്കൽ അഡ്വൈസർ അല്ലെങ്കിൽ നഴ്സുമാര് ഈ റുട്ടീൻ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ രോഗിക്ക് പറഞ്ഞു കൊടുക്കും. ക്ലിയർ ആയോ? റുട്ടീൻ ഡിസ്ചാർജ് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം.